ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിനിമയിലെ നയരൂപീകരണം മലയാള ചലച്ചിത്ര മേഖലയിലെ സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയാളത്തിലെ പ്രമുഖ സാഹിത്യ നിരൂപകനും എഴുത്തുകാരനും ചിന്തകനുമായ എം.കെ. സാനു അന്തരിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റിയുടെ അധികാരങ്ങൾ പരിശോധിക്കാൻ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച് കേരള ഹൈക്കോടതി. ഓണത്തിന് 2000 കർഷക ചന്തകൾ തുറക്കുമെന്ന് കൃഷിമന്ത്രി പി. പ്രസാദ്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കടലാക്രമണ സാധ്യത കണക്കിലെടുത്ത് തീരദേശവാസികൾക്ക് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 20ാം ഗഡു വാരാണസിയിൽ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 20ാം ഗഡുവിലൂടെ 9.7 കോടി കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 20,500 കോടിയിലേറെ രൂപയാണ് കൈമാറുക. മലയാള സിനിമാ മേഖലയെ കാലത്തിനൊത്ത് നവീകരിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യുന്നതിന് കേരള ഫിലിം പോളിസി കോൺക്ലേവ് സഹായകമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിനിമാ നയരൂപീകരണം ശ്രദ്ധേയമായ ചുവടുവയ്പ്പാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സിനിമാ നയരൂപീകരണത്തിനായുള്ള കോൺക്ലേവ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മലയാള സിനിമ സമൂഹത്തിന്റെ പ്രതിഫലനമാണെന്ന് ചടങ്ങിൽ സംസാരിക്കവെ ചലച്ചിത്ര താരം മോഹൻലാൽ പറഞ്ഞു. ചലച്ചിത്ര മേഖല അഭിനേതാക്കൾ, സാങ്കേതിക പ്രവർത്തകർ, എഴുത്തുകാർ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, തിയേറ്റർ ഉടമകൾ എന്നിവർ ഉൾപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയാണ്. ഒരു ചലച്ചിത്ര നയത്തിന് ഈ ആവാസ വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്താനും ചലച്ചിത്ര മേഖലയ്ക്ക് വ്യക്തമായ ദിശാബോധം നൽകാനും കഴിയും. കേരള സംസ്ഥാന ചലച്ചിത്ര നയം മറ്റ് സംസ്ഥാന ചലച്ചിത്ര നയങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. 2 ദിവസം നീണ്ടുനിൽക്കുന്ന കേരള ഫിലിം പോളിസി കോൺക്ലേവിൽ 9 വിവിധ വിഷയങ്ങളിലായുള്ള പാനൽ ചർച്ചകൾ നടക്കും. കോൺക്ലേവിൽ രൂപീകരിക്കുന്ന സിനിമാ നയം സർക്കാരിന് സമർപ്പിക്കും. മലയാളത്തിലെ പ്രമുഖ സാഹിത്യ നിരൂപകനും എഴുത്തുകാരനും ചിന്തകനുമായ എം.കെ. സാനു അന്തരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് അന്ത്യം. 98 വയസ്സായിരുന്നു. ദീർഘകാലം എറണാകുളം മഹാരാജാസ് കോളേജിൽ മലയാളം അധ്യാപകനായിരുന്നു. 1987-ൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് എംഎൽഎ ആയി. ആലപ്പുഴയിലെ തുമ്പോളിയിൽ ജനിച്ച അദ്ദേഹം പിന്നീട് മലയാള സാഹിത്യരംഗത്തെ ഒഴിച്ചുകൂടാനാകാത്ത വ്യക്തിത്വമായി മാറി. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 40ഓളം കൃതികൾ രചിച്ചു. കർമ്മഗതിയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റിയുടെ അധികാരങ്ങൾ പരിശോധിക്കുന്നതിനായി കമ്മിറ്റി രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച് കേരള ഹൈക്കോടതി. തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരള സ്റ്റേറ്റ് മിഷൻ മുൻ ഓംബുഡ്സ്മാൻ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരടങ്ങിയ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് എൻഐഎ കോടതി ജാമ്യം അനുവദിച്ചു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ വഴിയൊരുക്കിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നന്ദി അറിയിക്കുന്നതായി തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ജാമ്യം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരൻ ചെറിയാൻ മാത്യു കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ച വാർത്ത ആശ്വാസകരമാണെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. കന്യാസ്ത്രീകൾക്കെതിരായ എഫ്ഐആർ റദ്ദാക്കുന്നതുവരെ ഉള്ള നിയമപോരാട്ടങ്ങൾക്ക് കോൺഗ്രസും യുഡിഎഫും പിന്തുണ നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ പ്രതികരിച്ചു. കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാക്കിയ ജുഡീഷ്യറിക്കും കേന്ദ്ര സർക്കാരിനും നന്ദി അറിയിക്കുന്നതെന്നും ബിജെപി ഒപ്പമുണ്ടാകുമെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വിധി ആശ്വാസകരമെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനും അറിയിച്ചു. ഓണത്തിന് 2000 കർഷക ചന്തകൾ തുറക്കാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി പി. പ്രസാദ്. 30% വരെ വില കുറച്ചാകും പൊതുജനങ്ങൾക്ക് ഓണത്തിന് പച്ചക്കറി നൽകുക. വെളിച്ചെണ്ണ വില കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ കേരഫെഡുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കവെ മന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 1 മുതൽ 4 വരെയുള്ള 4 ദിവസങ്ങളിലായി ഓണച്ചന്തകൾ കേരളത്തിൽ പ്രവർത്തിക്കും. കൃഷിവകുപ്പ്, ഹോർട്ടികോർപ്പ്, VFECK എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ ചന്തകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്.
നമ്മുടെ സംസ്ഥാനത്തെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുക എന്നതും പൊതുജനങ്ങൾക്ക് എപ്പോഴും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് എത്തിക്കുക എന്നുള്ളതുമാണ് ഈ കർഷക ചന്തകൾ കൃഷി വകുപ്പും സർക്കാരും ലക്ഷ്യമിടുന്നത്. ഖാദി മേഖലയെ കൂടുതൽ ജനകീയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. സർക്കാരിന്റെയും കോഴിക്കോട് സർവോദയ സംഘത്തിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മിഠായി തെരുവിലെ ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ സെപ്റ്റംബർ 4 വരെയാണ് ഓണം ഖാദി മേള. 16 ഇനങ്ങൾ അടങ്ങിയ സ്വദേശി സ്വാദ് ഓണക്കിറ്റിന്റെ ആദ്യ വിൽപ്പനയും മേളയിൽ നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ എക്സ് ഹാൻഡിലും ലഭ്യമാണ്. തിരുവനന്തപുരം VSSCയിൽ ജോലി വാഗ്ദാനം ചെയ്യുന്ന വ്യാജ തൊഴിൽ റാക്കറ്റുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പ്. തൊഴിൽ തട്ടിപ്പ് കേസിൽ സംസ്ഥാനത്ത് 5 പേർ അറസ്റ്റിലായ സാഹചര്യത്തിലാണ് VSSC മുന്നറിയിപ്പ് നൽകിയത്. VSSCയിൽ നിയമനത്തിനായി ഏതെങ്കിലും ഏജന്റുമാരെയോ ഏജൻസികളെയോ അധികാരപ്പെടുത്തിയിട്ടില്ലെന്നും ഒഴിവുകൾ VSSCയുടെയോ ISROയുടെയോ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി പരസ്യപ്പെടുത്തുമെന്നും അറിയിപ്പിൽ പറയുന്നു. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 70% പിന്നിട്ട് ഈ വർഷം ആദ്യമായാണ് ജലനിരപ്പ് 70% കടക്കുന്നത്. റൂൾ കർവ് ലെവൽ പിന്നിട്ടതിനെ തുടർന്ന് ഇടുക്കി ഡാമിൽ ഇപ്പോൾ നീല ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമായ ഇടുക്കിയിലെ ജലനിരപ്പ് സംഭരണശേഷിയുടെ 70.08%. ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം 2376.24 അടി വെള്ളമാണ് ഇടുക്കിയിലുള്ളത്. പുതുക്കിയ റൂൾ കർവ് ലെവൽ 2383.53 അടിയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജലാശയത്തിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴയുടെ ശക്തി കുറവാണെങ്കിലും നീരൊഴുക്ക് ശക്തമാണ്. ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിലെ ഉൽപാദനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഈ മാസം 7 വരെ അവസരം. അന്തിമ വോട്ടർ പട്ടിക അടുത്ത മാസം 30-ന് പ്രസിദ്ധീകരിക്കും. അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. നാളെ ആലപ്പുഴ മുതൽ ഇടുക്കി വരെ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കടൽ പ്രക്ഷുബ്ധമാകുമെന്നും മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ നാളെ വൈകുന്നേരം മുതൽ മറ്റന്നാൾ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നതിനും വിലക്ക്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഈ വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. അന്തരിച്ച ചലച്ചിത്രതാരം കലാഭവൻ നവാസിന് വിട നൽകി സാംസ്കാരിക കേരളം. സിനിമ, സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. ഖബറടക്കം വൈകുന്നേരം 6 മണിയോടെ ആലുവ ടൌൺ ജുമാ മസ്ജിദിൽ നടന്നു. തൃശൂരിലെ സെന്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞയായ സീമയ്ക്ക് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിക്കുന്ന അറ്റ് ഹോം പരിപാടിയിലേക്കുള്ള രാഷ്ട്രപതിയുടെ ക്ഷണക്കത്ത് ലഭിച്ചു. വടക്കഞ്ചേരി സബ് ഡിവിഷൻ പോസ്റ്റൽ ഇൻസ്പെക്ടറിൽ നിന്നും ക്ഷണക്കത്ത് സീമ ഏറ്റുവാങ്ങി. സ്തനാർബുദം കണ്ടെത്തുന്ന ചിലവ് കുറഞ്ഞ ബ്ര വികസിപ്പിച്ചെടുത്ത ഡോക്ടർ സീമയ്ക്ക് 2019-ലെ സ്ത്രീകൾക്കുള്ള പരമോന്നത സിവിലിയൻ അവാർഡായ നാരീശക്തി പുരസ്കാരം ലഭിച്ചിരുന്നു. സൌഹൃദം മഹാവൃക്ഷമായി വളരട്ടെ എന്ന ആശയം പ്രചരിപ്പിച്ച് സൌഹൃദ ദിനത്തിൽ ഹരിത കേരള മിഷൻ 10 ലക്ഷം വൃക്ഷത്തൈ കൈമാറ്റം സംഘടിപ്പിക്കും. സൌഹൃദ ദിനമായ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലുമാണ് തൈകൾ കൈമാറ്റം നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിനിമയിലെ നയരൂപീകരണം മലയാള ചലച്ചിത്ര മേഖലയിലെ സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയാളത്തിലെ പ്രമുഖ സാഹിത്യ നിരൂപകനും എഴുത്തുകാരനും ചിന്തകനുമായ MK സാനു അന്തരിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റിയുടെ അധികാരങ്ങൾ പരിശോധിക്കാൻ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച് കേരള ഹൈക്കോടതി. ഓണത്തിന് 2000 കർഷക ചന്തകൾ തുറക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
കടലാക്രമണ സാധ്യത കണക്കിലെടുത്ത് തീരദേശവാസികൾക്ക് മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി